ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിമ്പിളായിട്ട് ദോശമാവ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് കപ്പാണിത്. ഈ കപ്പിന് 2.5 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഈ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ ഉഴുന്നും അളന്നെടുത്തിരിക്കുന്നത് കേട്ടോ. 2.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന്, അതാണ് കണക്ക്. ഞാൻ തോടില്ലാത്ത ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കായിട്ട് 1 സ്പൂൺ സാമ്പാർ പരിപ്പും 1 സ്പൂൺ ഉലുവയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ഇടുന്നത്. ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് വൃത്തിയായിട്ട് ഞെരടി കഴുകിയെടുക്കുക. ഇതിൽ അഴുക്കെല്ലാം പോകണം, നല്ല ക്ലീനാക്കി എടുക്കണം. ശേഷം നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് ഇത് ഏകദേശം ഒരു 5-6 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഉഴുന്നും ഉലുവയും ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരയ്ക്കണം. ഇവിടെ ഇപ്പോൾ അരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 2-3 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ, അതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നീട് വെള്ളം കുറേശ്ശെ ഉപയോഗിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ. ഈ അരച്ച് വെച്ച മാവ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പും ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കാൻ നേരത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അരയ്ക്കുകയാണെങ്കിൽ മിക്സി പെട്ടെന്ന് ചൂടാവത്തില്ല കേട്ടോ. അതൊരു ടിപ്പായിട്ട് കരുതണം. ഇപ്പം നമ്മൾ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ച് വെച്ചത്. ഇനി ഇതെല്ലാം മാവും കൂടെ നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ ഓർമ്മിക്കുക, കൈകൊണ്ട് തന്നെ വേണം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് നല്ല രീതിയിൽ ഫെർമെൻറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. അതാകുമ്പം എല്ലാ മാവും നല്ലതുപോലെ മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ചിലർ തവി കൊണ്ടൊക്കെ ആയിരിക്കും ഇളക്കുന്നത്, എങ്കിലും കൈകൊണ്ട് ഇളക്കുന്നതാണ് വളരെ ഉചിതം. ഇതിനെ നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ രാത്രിയിലാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, രാവിലെ ആയപ്പം നമ്മുടെ മാവ് നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശ കിട്ടുമെന്നുള്ളത് ഇത് മാവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കണ്ടില്ലേ, നല്ല ബബിൾസൊക്കെ വന്ന് നല്ലതായിട്ട് ഫെർമെൻറ്റഡ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഉപ്പിട്ട് കലക്കി നമുക്ക് ദോശക്കല്ലിൽ കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല എയർ ബബിൾസൊക്കെ വന്ന് നമ്മുടെ ദോശ നല്ലതായിട്ട് വരുന്നുണ്ട്. ഉലുവ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദോശയ്ക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിൽ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിപ്പിക്കണേ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.